ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മുഖത്തിന് നിറം നൽകാനും മുഖത്തിന് തിളക്കം നൽകാനും ഒക്കെ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഏതെല്ലാം രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കൂടുതൽ നല്ല മികച്ച വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിനായിട്ട് ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ കാണിക്കുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കവും നിറവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട്. എന്നാൽ ഈ ബീട്രൂട്ട് ഇത്തരത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏതെല്ലാം വിധത്തിൽ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളിൽ മിക്കവർക്കും അത് അറിയാം, എന്നാൽ അറിയാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ടിപ്സുകൾ ഇതുപോലെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല തിളക്കവും നിറവും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ബീട്രൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഫേസ് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറയാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ബീട്രൂട്ടും തേനുമാണ് വേണ്ടുള്ളത്. ബീട്രൂട്ടും തേനും ചേർത്തുള്ള ഫേസ് പാക്ക് അത് നമ്മുടെ ചർമ്മത്തിന് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ ബീട്രൂട്ടും തേനും. ഇത് രണ്ടും നമ്മുടെ സൗന്ദര്യത്തിനുണ്ടാക്കുന്ന ഗുണങ്ങളെന്ന് പറയുന്നത് ചില്ലറയല്ല. ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് ഈ രണ്ട് സാധനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കേണ്ടതെന്നൊക്കെ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം തേന്, ബീട്രൂട്ട് അത് ആദ്യം നമുക്ക് ബീട്രൂട്ട് നല്ലതുപോലെ ഒന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്കൊരല്പം തേന് കൂടി മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തും അതുപോലെ നമ്മുടെ കഴുത്തിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. ഇത് നമ്മുടെ ചർമ്മത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് വില്ലനാവുന്ന പലതരം പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കാണാനായിട്ട് ഈ ഒരു മാർഗ്ഗം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നമ്മുടെ ചർമ്മത്തിന് സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് നമ്മുടെ തിളക്കമുള്ള ചർമ്മം എന്ന് പറയുന്നത്. ഈ ഒരു ഫേസ് പാക്കിലൂടെ അത് ഗ്യാരൻ്റിയാണ്. ഈ ഒരു ഫേസ് പാക്കിലൂടെ അത്തരം കാര്യങ്ങൾക്ക് ഞാൻ ഗ്യാരൻ്റി തരികയാണ്. ഈ ഫേസ് പാക്ക് മുഖത്തും കഴുത്തിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഒരല്പസമയം കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ്. ആഴ്ചയിൽ ഇതൊരു 3 തവണയെങ്കിലും ഇത്തരത്തിൽ ചെയ്യണം. ഇത് ചർമ്മത്തിലെ തിളക്കം വർദ്ധിപ്പിക്കുകയും നിറത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. ചർമ്മം നല്ലതുപോലെ നല്ല തുടുത്തിരിക്കാന്നൊക്കെ പറയത്തില്ലേ, അത്തരം ഒരു ഫീല് നമുക്ക് ലഭിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഈ വരണ്ട ചർമ്മമുള്ളവർക്ക് പലരുടെയും പ്രശ്നമാണ്. ഒരുപാട് കമൻസ് വരുന്നുണ്ട് വരണ്ട ചർമ്മത്തിനുള്ള ടിപ്സുകൾ, അതിന് പറ്റുന്ന ഫേസ് പാക്കിനെയൊക്കെ കുറിച്ച് കമൻറ്റുകൾ വരുന്നുണ്ട്. ഞാൻ കണ്ടിരുന്നു, വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണിത്. വരണ്ട ചർമ്മത്തിനും പല വിധത്തിലുള്ള പ്രശ്നങ്ങളുമുണ്ട്. പലരെയും വളരെയധികം പ്രശ്നത്തിലാക്കുന്ന ഒരവസ്ഥയാണിത്. അതുകൊണ്ട് തന്നെ വരണ്ട ചർമ്മം എന്ന പ്രതിസന്ധിക്ക് നമുക്ക് പരിഹാരം കാണുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു മാർഗമാണിത്. കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകളാണ് മറ്റൊരു പ്രശ്നം. ഈ ഒരു പ്രശ്നം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബീട്രൂട്ട് ഫേസ് പാക്ക് വളരെയധികം സഹായിക്കുന്നു. കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകളെ ഇല്ലാതാക്കി ചർമ്മത്തിന് തിളക്കവും നിറവും വർദ്ധിപ്പിക്കുന്നതിന് ഈ ഒരു ഫേസ് പാക്ക് എടുത്ത് ഒരല്പം നമുക്ക് കണ്ണിന് താഴെ തേച്ച് പിടിപ്പിക്കാം. ചർമ്മത്തിനുണ്ടാവുന്ന ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ ഏറ്റവും മികച്ച ഒരു മാർഗം തന്നെയാണിത്. അതുപോലെ നമ്മുടെ എല്ലാവരുടെയും ചർമ്മത്തിന് ഒരു നിറമുണ്ട്. അതിൽ നിന്ന് ഒരിക്കലും
മാറ്റാൻ കഴിയുകയുമില്ല. എന്നാൽ ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കുക എന്നതിലുപരി ചർമ്മത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ് എപ്പോഴും ബീട്രൂട്ട് ഫേസ് പാക്ക്. ഇത് ചർമ്മത്തിന് നിറം നൽകി ആരോഗ്യം നൽകുന്നതിന് സഹായിക്കുന്നു. നമുക്കുള്ള നിറത്തിന് നല്ല തിളക്കവും ചർമ്മത്തിന് ആരോഗ്യം നൽകാൻ വളരെ സഹായകമായ ഒരു ഫേസ് പാക്കാണിത്. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന മുഖക്കുരു വന്നതിന് ശേഷം ഉണ്ടാകുന്ന പാടുകൾ, ഇത്തരം പ്രശ്നങ്ങൾക്ക് ഇത്തരം പാടുകൾക്ക് നമുക്ക് പരിഹാരം കാണുന്നതിന് വളരെയധികം സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണിത്. അതുകൊണ്ട് തന്നെ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് ഫേസ് പാക്ക്. ഇത് സൗന്ദര്യത്തിന് നൽകുന്ന ഗുണങ്ങൾ വളരെ വലുതാണ്. അത് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കാം. ബീട്രൂട്ട് കൊണ്ട് തന്നെ നമുക്ക് പല വിധത്തിലുള്ള മറ്റ് ഫേസ് പാക്കുകൾ തയ്യാറാക്കാവുന്നതാണ്. അതിനായി നമുക്ക് 1 ടീസ്പൂൺ പാല്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 2 ടീസ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് ഇതെല്ലാം കൂടി എന്നിവ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ഇത് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് അല്പസമയം മസാജ് ചെയ്യണം. ഇതിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. ഇത് ആഴ്ചയിൽ 3 തവണയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ചർമ്മത്തിന് നൽകുന്ന ഗുണങ്ങൾ, ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചർമ്മത്തിന് നൽകുന്ന ഗുണങ്ങൾ നിങ്ങളെ അതിശയിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട. അതുപോലെ നമുക്ക് ഉപയോഗിക്കാം അല്പം ബീട്രൂട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയത്, 1 ടീസ്പൂൺ ഓറഞ്ച് നീര്, ഇവ രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കാം. ഇത്തരത്തിൽ ചെയ്യുന്നത് ചർമ്മത്തിന് നൽകുന്ന ഗുണങ്ങൾ വളരെ വലുതാണ്. രാവിലെയും വൈകിട്ടും ഇത് ശീലമാക്കുക. മുഖത്തിന് തിളക്കം നൽകി നമ്മുടെ ചർമ്മ പ്രശ്നങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് മികച്ച ഒരു മാർഗം തന്നെയാണിത്. നമ്മുടെ മുഖം നിറം വയ്ക്കുന്നതിന് ഏറ്റവും മികച്ച ഒന്നാണ് ബീട്രൂട്ട് ഫേസ് പാക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട്. എപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ തന്നെ കാണുന്ന ഒന്നാണല്ലോ ബീട്രൂട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സുകളും ബ്യൂട്ടി ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമൻസിലൂടെ നമ്മുടെ ഈ ഫാമിലിയിലെ മറ്റംഗങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുള്ളാകുന്ന അത്തരം ടിപ്സുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു കമൻസിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിലും മികച്ച ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞാൽ മതി. അത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോകൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. റെക്കമെൻഡ് വീഡിയോസ് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോസ് നമുക്ക് ഇതിലൂടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ തരുന്ന സപ്പോർട്ടും സഹകരണവും തുടർന്നും പ്രതീക്ഷിക്കുന്നു. കൂടുതൽ മികച്ച വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് ഒരു വലതു ഭാഗത്തായിട്ട് ചുമന്ന ഒരു സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബട്ടൺ കാണാം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് തൊട്ട് ഒരു 2-3 സെക്കൻഡിനകം തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി അവിടെ കാണിക്കും. വലതു ഭാഗത്തായിട്ട് ഒരു ബെല്ലൈക്കൺ കൂടി കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് വെക്കുക. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ, ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ക്ലിക്ക് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല, വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ നിങ്ങൾ ആ ബെല്ലൈക്കൻ്റെ കാര്യം മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.